Hello students, last session second series exam advanced control theory part A questions and answers discuss in the part B question and answer discuss second series exam portions module 4, 5, 6 part B any 3 questions full questions answer or question 10 marks. So fifth question, consider a system defined by x dot is equal to 0, 1, minus 3, 1 into x1, x2 plus 0, 2 u and y equals 1, 0, x. Using state feedback control u is equal to minus k into x, it is decided to have closed loop poles that is equal to minus 3 and minus 4 and determine the state feedback gain matrix k. So, this pole placement using state feedback in a problem ആണ് നമുക്ക് gain matrix k കാണാം. So we will use Ackermann's formula here. മൂന്ന് methods ഉണ്ട്, question specify ചെയ്തിട്ടില്ല, but here I am going to use Ackermann's formula. അപ്പോൾ നമുക്ക് system matrix A അറിയാം, x dot equal to ax plus b യും a യും b യും എടുത്തെഴുതി y equal to cx എന്നുണ്ട്, അപ്പോൾ c equal to 1, 0 കിട്ടി. So നമുക്ക് pole placement നടത്തണമെങ്കിൽ only if it is system completely state controllable ആണെങ്കിൽ മാത്രമേ pole placement possible ആകത്തുള്ളൂ. So ആദ്യമേ നമ്മൾ system controllable ആണോ നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി Kalman's test ഉപയോഗിക്കാം. അപ്പോൾ Kalman's test controllability matrix QC is equal to BAB etc. up to a raised to n minus 1 into b, where n is the order of the system matrix A. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 by 2 ആണ്, so 2 ആണ്. So നമുക്ക് QC equal to B into B എന്ന് കിട്ടി. B directly question given ആണ്. A യും B യും calculator multiply ചെയ്ത് വേറെ എഴുതുക. അപ്പോൾ 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ -4 ആണ്. So that is not equal to 0. അപ്പോൾ ഡിറ്റർമിനന്റ് 0 അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? റാങ്ക് ഓഫ് QC എന്ന് പറയുന്നത് 2 ആണ്. That is order of the matrix അല്ലെങ്കിൽ it is equal to number of state variables. So Kalman's test വെച്ചിട്ട് പറയാം system is completely state controlled. അപ്പോൾ ഇത്രയും controllability കണ്ടുപിടിച്ച 3 marks ആണ് അതിന് allot ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഡിസൈൻ സ്റ്റെപ്സിലോട്ട് പോവാണ്. ഫസ്റ്റ് കൺട്രോളബിൾ ആണോ നോക്കി. ഇനി ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എങ്ങനെ കിട്ടുന്നത്? നമുക്ക് പോൾസ് എവിടെ പ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? -3, -4. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആണ് ലാംഡ മൈനസ് μ1 ഇൻറ്റു lambda minus mu2, where mu1 is equal to -3, mu2 is equal to -4. So equation at lambda minus -3 into lambda minus -4, that is equal to lambda plus 3 into lambda plus 4. അതിൻ്റെ polynomial കണ്ടുപിടിക്കുമ്പോൾ lambda square plus 7 lambda plus 12. അതിനെ equation 1 എന്ന് കൊടുക്കുക. ഇനി അടുത്ത രണ്ടാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഇത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. നമുക്കിനി phi of a എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതണം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ്? a raised to n plus alpha 1 a raised to n minus 1 plus etc. up to a naught എന്ന് വരും. സോ ഇവിടെ അതെന്തായിട്ട് മാറും? a raised to n ൻ്റെ സ്ഥാനത്ത് എന്താ? a square plus alpha 1 a plus alpha 2 into i വരും. കാരണം ഇത് മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്തുവാ? i വരും. 1ന് പകരം എന്താ വരണം? i വരണം. സോ ഇത്രയും എഴുതുന്നതിന് 2 മാർക്സ് കിട്ടും. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം ആൽഫ 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 7 കിട്ടി. ആൽഫ 2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 12 കിട്ടും. കോഎഫിഷ്യൻസിനെ കമ്പയർ ചെയ്യും. ഇപ്പോൾ phi of a നമുക്ക് എന്ത് ചെയ്താം? a സ്ക്വയർ പ്ലസ് ആൽഫ 1 എന്ന് പറയുമ്പോൾ 7a പ്ലസ് ആൽഫ 2 ഇൻറ്റു i എന്ന് പറയുമ്പോൾ 12 ആയി. a നമുക്കറിയാം. അങ്ങനെയാണ് കാൽക്കുലേറ്റർ നമുക്ക് a സ്ക്വയർ കാണാം പ്ലസ് 7 ഇൻറ്റു a ക്വസ്റ്റ്യൻ ഗിവൺ ആണ്. i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എയുടെ സെയിം ഓർഡർ എടുക്കണം. സോ 1, 0, 0, 1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് phi of a കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9, 8, minus 24, 17. അപ്പോൾ ഇത്രയും ചെയ്യുവാണെങ്കിൽ 2 മാർക്ക്. ഇനി നമുക്ക് QC ഓൾറെഡി കണ്ടുപിടിച്ചാണ്. QC ഇൻവേഴ്സും കൂടെ ഇവിടെ വേണം. സോ QC ഇൻവേഴ്സും കാൽക്കുലേറ്ററിൽ നമുക്ക് കിട്ടും. സോ -0.5, 0.5, 0.5, 0.1, that is equation number 1 mark for that.
ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ സ്റ്റെപ്പിലോട്ട് വരുവാണ്. ഗെയിൻ മെട്രിക്സ് കെ കണ്ടുപിടിക്കണം. ബേക്കർമാൻസ് ഫോർമുല ഉണ്ട്. കെ ഈസ് ഈക്വൽ ടു 0 കഴിഞ്ഞ് എത്ര 0 വേണം? 0 0 എക്സെട്ര അപ് ടു 1 എന്ന, അതായത് ഇത് 0 കഴിഞ്ഞ് 1 വരാൻ കാരണം 2 ആണ് അല്ലേ? സിസ്റ്റം മെട്രിക്സ് എ ഒക്കെ എത്രയാ? നമ്പർ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾസ് എത്രയാ? 2. അപ്പോൾ 0 കഴിഞ്ഞ് 1 അത്ര എലമെന്റ്സ് മാത്രമേ കെയ്ക്കകത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സിസ്റ്റം മെട്രിക്സ് എയുടെ ഓർഡർ 3 ആണ്. കെ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? 0 0 1. ലാസ്റ്റ് എലമെന്റ് 1 ആയിരിക്കണം. പക്ഷെ ഇതിന്റെ ഓർഡർ, അതായത് നമ്പർ ഓഫ് കോളംസ് ഷുഡ് ബി ഈക്വൽ ടു സിസ്റ്റം മെട്രിക്സ് എന്നാണ്. സോ 0 1 ഇൻറ്റു QC ഇൻവേഴ്സ് ഇൻറ്റു phi of A. സോ ഇത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കാൽക്കുലേറ്ററിൽ മെട്രിക്സ് എ ബി സിക്കകത്ത് എൻ്റർ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഒബ്റ്റെയിൻ ദ ആൻസർ. ഗെയിൻ മെട്രിക്സ് കെ ഈസ് ഈക്വൽ ടു 4.54. അതിന് ഇത്രയും ചെയ്യുവാണെങ്കിൽ 2 മാർക്സ്. ടോട്ടൽ 10 മാർക്സ് ക്വസ്റ്റ്യൻ. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാം പോൾ പ്ലേസ്മെന്റ് യൂസിങ് സ്റ്റേറ്റ് ഫീഡ്ബാക്ക് ഒരു പ്രോബ്ലം കാണാറുള്ളതാണ്. അത് പഠിച്ചാൽ എളുപ്പമാണ്. സ്പീഡ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യും. സിക്സ്ത് ക്വസ്റ്റ്യൻ 3 പാർട്സ് ആണുള്ളത്. വാട്ട് ഈസ് പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? 2 മാർക്സ്. എക്സ്പ്ലെയിൻ സാമ്പിൾ ഡാറ്റ കൺട്രോൾ സിസ്റ്റം വിത്ത് എ ബ്ലോക്ക് ഡയഗ്രം 5 മാർക്സ്. സ്റ്റേറ്റ് സാമ്പിളിംഗ് തിയറം 3 മാർക്സ്. അപ്പോൾ ഇതെല്ലാം മൊഡ്യൂൾ 4 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് വൺ, പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷന് നമുക്ക് എന്ത് പറയാം? ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഒരു ലീനിയർ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അതിന്റെ പേരാണ് ഇസഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെ പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ h of z is equal to എന്ത് എഴുതാം? c of z by r of z. r of z എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് r of k യുടെ z ട്രാൻസ്ഫോം. c of z എന്ന് പറഞ്ഞാൽ സപ്പോസ് c of k be the output, അതിന്റെ z ട്രാൻസ്ഫോം ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ അത് 2 മാർക്സ് ക്വസ്റ്റ്യൻ. ഒരു ചെറിയ ബ്ലോക്ക് ഡയഗ്രം കൂടെ കാണിക്കുന്നതല്ലാണ്. സെക്കൻഡ് സിസ്റ്റത്തിനെ കാണിക്കുന്നത്. സെക്കൻഡ് വൺ സാമ്പിൾ ഡാറ്റ കൺട്രോൾ സിസ്റ്റം ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഇത് 2 മാർക്സ് ആണ്. എക്സ്പ്ലനേഷൻ 3 മാർക്സ്. ടോട്ടൽ 5 മാർക്സ് ഫോർ ദാറ്റ്. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം അറിയാമെങ്കിൽ നമുക്ക് എക്സ്പ്ലനേഷൻ എഴുതാവുന്നേ ഉള്ളൂ. സോ ഇവിടെ നോക്കുക, ഇതെന്തോ സാമ്പിൾ ഡാറ്റ കൺട്രോൾ സിസ്റ്റം ആണ്. സോ അവിടെ ഒരു ഡിജിറ്റൽ കൺട്രോളർ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഇൻപുട്ട് ആർ ഓഫ് ടി കരുതുക, ഔട്ട്പുട്ട് സി ഓഫ് ടി. ഇപ്പോൾ എറർ ഉണ്ടായി. ഈ എറർ എന്ന് പറയുന്ന ഒരു അനലോഗ് സിഗ്നലാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡിജിറ്റൽ കൺട്രോളറിലോട്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല, അതിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കണം. സോ ആദ്യമേ സാമ്പിളർ ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് കിട്ടും, എഫ് ഓഫ് കെ ടി കിട്ടും. അതിനുശേഷം അത് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ കൂടെ പോകുമ്പോൾ ഡിജിറ്റലായി ഡിസ്ക്രീറ്റായി ഡിജിറ്റൽ കമ്പ്യൂട്ടറിൽ കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ട് മോഡിഫൈ ചെയ്ത് ജി ഓഫ് കെ ടി കിട്ടി. അത് വീണ്ടും തിരിച്ച് നമുക്ക് അനലോഗ് സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യണം. സോ അതിനു വേണ്ടി ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഹോൾഡ് സർക്യൂട്ടും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് അനലോഗ് സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യും. അതാണ് യു ഓഫ് ടി. അപ്പോൾ ഈ എറർ സിഗ്നലിനെ മോഡിഫൈ ചെയ്ത് എററിനെ കുറയ്ക്കുവാണ്, ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുവാണ്. സോ അത് നമ്മുടെ പ്ലാന്റിൽ കൊടുക്കുന്നു. ഔട്ട്പുട്ട് സി ഓഫ് ടി. ഫൈനലി എറർ അങ്ങനെ മോഡിഫൈഡ് അല്ലെങ്കിൽ എററിനെ കൺട്രോൾ ചെയ്യുവാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ കൺട്രോളറാണ്. ഇ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എറർ സിഗ്നൽ, ഇ ഓഫ് ടി എന്ന് പറഞ്ഞാൽ കൺട്രോൾ സിഗ്നൽ, എഫ് ഓഫ് കെ ടി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എറർ സിഗ്നൽ, ജി ഓഫ് കെ ടി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കൺട്രോൾ സിഗ്നൽ. ഇപ്പോൾ ഡിജിറ്റൽ കൺട്രോളറിന് അനലോഗ് കൺട്രോളറിനെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്പീഡ് കൂടുതലാണ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സാമ്പിൾ ഡാറ്റ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കൺട്രോളർ ഉപയോഗിക്കും. അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട്സ് ഔട്ട്പുട്ടും എന്തായിരിക്കണം? ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കണം. അപ്പോൾ വരുന്ന എറർ സിഗ്നലിനെ മോഡിഫൈ ചെയ്യുന്ന കൺട്രോളർ. അപ്പം കിട്ടുന്ന കൺട്രോൾ സിഗ്നൽ എന്തായിട്ട് മാറണം? അനലോഗ് ഇൻ നേച്ചറാണ്, കാരണം അത് പ്ലാന്റിലോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സാമ്പിളർ ആൻഡ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്. അതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. നമുക്ക് അനലോഗ് സിഗ്നലിൽ നിന്ന് ഡിജിറ്റൽ സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇനി ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാ? തിരിച്ച് നമുക്ക് അനലോഗ് സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ കൂടെ ഒരു ഹോൾഡ് സർക്യൂട്ടും കൂടെ ഉണ്ടായാലേ നമുക്ക് കറക്റ്റായിട്ട് അനലോഗ് സിഗ്നൽ ഒബ്റ്റെയിൻ ചെയ്തുള്ളൂ. സാമ്പിളറിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് കൺവേർട്സ് കണ്ടിന്യൂസ് ടൈം എറർ സിഗ്നൽ ഇൻറ്റു പൾസസ് അല്ലെ, ഡിസ്ക്രീറ്റ് ആക്കും. ഡിസ്ക്രീറ്റ് സിഗ്നലിന് എ ഡി സിയിലോട്ട് പോകുമ്പോൾ അത് ഡിജിറ്റൽ ആകും.
ADC എന്ന് വെച്ചാൽ എന്താ, ഓരോ സാമ്പിളിനും ബൈനറി കോഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഈ കോഡിനെ എല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് മറ്റൊരു സ്ട്രീം ഓഫ് ബൈനറി കോഡ്സ് ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം DAC ഈ ഔട്ട്പുട്ട് ബൈനറി കോഡ്സിനെ എന്തായിട്ട് മാറ്റും, DACും ഹോൾഡ് സർക്യൂട്ടും കൂടെ ചേർന്ന് എന്താക്കും, അതിനെ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, അതായത് കൺട്രോൾ സിഗ്നൽ ആക്കും. ഈ കൺട്രോൾ സിഗ്നലാണ് പ്ലാന്റിലോട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ എററിനെ കുറയ്ക്കുവാണ് ചെയ്യുന്നത്, ഡിസൈഡ് പെർഫോമൻസ് ഒബ്റ്റെയിൻ ചെയ്യുവാണ്. ബ്ലോക്ക് ഡയഗ്രം അറിയാവുന്ന ഒരാൾക്ക് എക്സ്പ്ലനേഷൻ സ്വന്തമായിട്ട് എഴുതാന്നുള്ളൂ. ബ്ലോക്ക് ഡയഗ്രം 2 മാർക്സ്, എക്സ്പ്ലനേഷൻ 3 മാർക്സും കൊടുക്കും. തേർഡ് ക്വസ്റ്റ്യൻ സാമ്പിളിംഗ് തിയറം എന്നാണ്. സാമ്പിളിംഗ് തിയറം എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ്സ് ദാറ്റ് എ ബാൻഡ് ലിമിറ്റഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ with highest frequency FM hertz can be uniquely recovered from its samples provided that the sampling rate is greater than or equal to 2 FM samples per second. അതായത് നമുക്കൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, അതിൻ്റെ ഫ്രീക്വൻസി FM ആയിരിക്കട്ടെ, അപ്പോൾ അതിനെ സാമ്പിളർ വഴി പാസ് ചെയ്തപ്പോൾ ഡിസ്ക്രീറ്റ് ആയിട്ട് കിട്ടി, ഡിസ്ക്രീറ്റ് സിഗ്നൽ സാമ്പിൾസ് ആയിട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആ സാമ്പിൾസിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഡിസ്ക്രീറ്റ് സിഗ്നൽസിൽ നിന്ന് തിരിച്ച് ഈ ഒറിജിനൽ സിഗ്നൽ റീകവർ ചെയ്യണമെങ്കിൽ കിട്ടുന്ന സാമ്പിൾസിൻ്റെ എണ്ണം കൂടണം. എന്ന് പറഞ്ഞാൽ എന്തുവാ, സാമ്പിളിംഗ് ഫ്രീക്വൻസി കൂടണം. സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി, അതിനെയാണ് FS എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 FM സാമ്പിൾസ് പെർ സെക്കൻഡ്. അപ്പോൾ ആ കണ്ടിന്യൂസ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയുടെ ട്വൈസ് ആയിരിക്കണം ഇവിടെ ഉണ്ടാകുന്ന സാമ്പിളിംഗ് ഫ്രീക്വൻസി. എങ്കിൽ മാത്രമേ നമുക്ക് ആ സാമ്പിൾസിൻ്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കൂടി തിരിച്ച് ആ ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്യത്തുള്ളൂ. ഇതാണ് സാമ്പിളിംഗ് തിയറം. സോ ഇതിന് 3 മാർക്സ്. സോ ടോട്ടൽ 10 മാർക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ അവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് നോൺ ലീനിയറിറ്റി ആൻഡ് ഡിറൈവ് എ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഫോർ ദ സെയിം. ഇപ്പോൾ ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് കർവാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നോക്കിക്കേ, ഔട്ട്പുട്ട് 0 ആണ് കുറച്ച് സമയത്ത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതെന്തുവാ, ഡെഡ് സോൺ. ഇൻപുട്ട് D/2 കഴിയുമ്പോഴത്തേക്കാണ് എന്താ, ഔട്ട്പുട്ട് ലീനിയർ ആയിട്ട് ഇൻപുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്നത്. സോ ഗിവൺ നോൺ ലീനിയറിറ്റി ഈസ് ഡെഡ് സോൺ. ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 0.5 മാർക്സ്. സോ നമുക്ക് വേവ് ഫോം ആദ്യമേ വരയ്ക്കണം. ഡെഡ് സോൺ, ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട്, അതിനുശേഷം ഇൻപുട്ട് വേഴ്സസ് ω_t, ഒരു സൈനസോയ്ഡ് സിഗ്നലാണ്, x=x sin ω_t. അങ്ങനെയാണ് നമ്മുടെ ഡെറിവേഷൻ തുടങ്ങുന്നത്. അപ്പം ഇവിടെ D/2ന് കറസ്പോണ്ടിങ് ω_t എന്ന് പറയുന്ന ആൽഫ, ഇത് π മൈനസ് ആൽഫ. അപ്പോൾ 0 to ആൽഫ വരെ നോക്കുമ്പോൾ ഔട്ട്പുട്ട് ഒന്നുമില്ല, അതാണ് y=0. ഇനി ആൽഫ ടു π/2 എന്ന് വരുമ്പോൾ y കൂടുവാണ്, ലീനിയർലി ഇൻക്രീസ് ചെയ്യുവാണ്. സോ സ്ലോപ്പ് k ആണ്. സോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്, സ്ലോപ്പ് ഇൻറ്റു എക്സ് എന്ന് കിട്ടും, k ഇൻറ്റു എക്സ്. k ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. അതിൽ ഇത്രയും ഭാഗം D/2 പോയിട്ട് നമുക്ക് ഇത്രയും ഭാഗം മതി. അതെത്രയാ, x മൈനസ് D/2 എന്ന് കൊടുക്കാം. സോ k ഇൻറ്റു എക്സ് മൈനസ് D/2 ഫോർ ദിസ് ഇൻ്റർവൽ. ഇനി നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് വീണ്ടും എന്താ, π മൈനസ് ആൽഫ ടു π ഉണ്ട്. അത് ഏത് റീജിയനാണ്, ഇവിടെ. സോ ഔട്ട്പുട്ട് y=0. ഇനി x sin ω_t, ω_t ആൽഫ ആകുമ്പോൾ x D/2. അതിൻ്റെ അകത്ത് നിന്ന് സോൾവ് ചെയ്യുമ്പോൾ x sin ആൽഫ D/2. വേവ് ഫോമിന് 2 മാർക്കാണ് കറക്റ്റായിട്ട് വരച്ചാൽ. ഇനി നമുക്ക് y വേഴ്സസ് ω_t ഈ പറഞ്ഞ രീതിക്ക് വരയ്ക്കാം. അതാണ് 0 to ആൽഫ വരെ 0, ആൽഫ ടു π മൈനസ് ആൽഫ വരെ k ഇൻറ്റു എക്സ് മൈനസ് D/2, π മൈനസ് ആൽഫ ടു π വരെ വീണ്ടും 0. ഇത് സിമെട്രിക് ആണ്, നോക്കിയല്ല കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷന്റെ ജനറൽ ഇക്വേഷൻ kn of x, ω = y1/x angle phi1 and y1 equals root of a1² plus b1². phi1 equals tan inverse b1/a1. a1 is equal to 2/π/2 integral 0 to π/2 y sin ω_t dωt. 2/t ടൈം പീരിയഡ് ആണ്. അപ്പോൾ ഈ വേവ് ഫോമിന് ഹാഫ് വേവ് സിമെട്രി 0 to π തന്നെയാണ്, π to 2π. അതേപോലെ 0 to π/2 ആണ്, π/2 to π. ഹാഫ് വേവും ക്വാർട്ടർ വേവ് സിമെട്രി ഉള്ളതുകൊണ്ട് b1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ a1 എന്ന് പറഞ്ഞാൽ 2/t, ടിയുടെ സ്ഥാനത്ത് ഇതൊരു 2/π/2 ഇൻ്റഗ്രൽ 0 to π/2 y sin ω_t dωt. നമുക്കറിയാം 0 to π/2 എടുക്കുമ്പോൾ 0 to ആൽഫ വരെ ഔട്ട്പുട്ട് വൈയുടെ വാല്യൂ 0 ആണ്.
പോയിട്ട് ആൽഫ ടു പൈ ബൈ ടു വരുമ്പോൾ എന്ത് വരും? y ഈസ് ഈക്വൽ ടു, സോ ഇതിന് ഇൻ്റർവെലിനെ ചേഞ്ച് ചെയ്യും. 4 വന്നു. ഇൻ്റഗ്രൽ ആൽഫ ടു പൈ ബൈ ടു y ആ സമയത്ത് എന്തുവാ? k ഇൻറ്റു എക്സ് മൈനസ് ഡി ബൈ ടു സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. അപ്പം ഞാൻ ഇക്വേഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ, ഡിറൈവ് ചെയ്യുന്നില്ല. അത് മൊഡ്യൂൾ 5 ലെക്ചറിൻ്റെ അകത്തുണ്ട്, മനസ്സിലാകാത്തവർ അത് പോയി പഠിച്ചാൽ മതി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഈ വേവ് ഫോം ആദ്യമേ വരയ്ക്കണം. 2 മാർക്സ്, ഇത് എഴുതുന്നതിന് 2 മാർക്സ്, ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് 0.5, പിന്നെ ഇത്ര എഴുതുന്നതിന് 1 മാർക്ക്. ഇനി നമ്മൾ ഡെറിവേഷൻ ചെയ്യുവാണ്. ഞാൻ ഫൈനൽ സ്റ്റെപ്സിലോട്ട് പോവുകയാണ്. സോൾവ് ചെയ്ത് കറക്റ്റായിട്ട് മാത്സിലെ ട്രിഗ്നോമെട്രി അതിലാകെ വരുന്നുള്ളൂ, കുറച്ച് ഭാഗത്ത് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും a1 ഈസ് ഈക്വൽ ടു k ഇൻറ്റു എക്സ് ഇൻറ്റു 1 മൈനസ് 2 ബൈ പൈ ഇൻറ്റു ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇത്രയും ഡിറൈവ് ചെയ്തെത്തുന്നതിന് 2 മാർക്സ് കിട്ടും. ആൻഡ് ഡിസ്ക്രൈബ് y1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ. ഇവിടെ b1 0 ആണ്. ഫൈനലി ദാറ്റ് ഈസ് ഈക്വൽ ടു a1 തന്നെ വരും. ആൻഡ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ kn of x, omega equals y1 by x ആണ്. അപ്പോൾ y1 അകത്തെ ആ ക്യാപിറ്റൽ എക്സ് മാക്സിമം വാല്യൂ പോയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഫോർ ഡെഡ് സോൺ നോൺ ലീനിയാരിറ്റി ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു k ഇൻറ്റു 1 മൈനസ് 2 ബൈ പൈ ഇൻറ്റു ആൽഫ പ്ലസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഫേസ് ആംഗിൾ 0 ആണ്, കാരണം ടാൻ ഇൻവേഴ്സ് b1 ബൈ a1, b1 0 ആണ്. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി തന്നെ. സോ ഇതാണ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ്റെ സ്റ്റെപ്സ്. നിങ്ങളത് ഡിറൈവ് ചെയ്യാൻ പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം. സോ ഈ സെക്ഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5, 6, 7 ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സെക്ഷൻ 8, 9, 10 പാർട്ട് ബിയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.